പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. CPIയുടെ അംഗമായി കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ചില രാഷ്ട്രീയ സംഭവങ്ങൾക്ക് ശേഷം CPI വിടേണ്ടി വന്നു. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എങ്ങനെയാണ് പുതിയ സ്ഥാനാർത്ഥിത്വം? വളരെ പരിചിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. 5 വർഷക്കാലം ജനപ്രതിനിധിയായിട്ടിരുന്ന ഇടമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വവും പുതുമയുള്ളതല്ല. അതുകൊണ്ട് പുതിയതായി അനുഭവവേദ്യമാകുന്നത് പുതിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചോദിച്ചതുപോലെ രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ സമാധാനമാണ്, സമാധാന അന്തരീക്ഷമാണ്. നേതൃത്വമൊക്കെ വലിയ സ്നേഹത്തോടെയും വലിയ സന്തോഷത്തോടെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഓരോ ദിവസവും അങ്ങേയറ്റം ആത്മധൈര്യവും സന്തോഷവും നൽകുന്നുണ്ട്. ഇടതുപക്ഷത്തുനിന്ന് അത്ര വേട്ടയാടലുകൾ ഉണ്ടായിട്ട് മനോവിഷമത്തോടെയാണോ പോകേണ്ടി വന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തു നിന്ന് വേട്ടയാടൽ ഉണ്ടായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPIയിലെ ചില നേതാക്കൾ ബോധപൂർവ്വം ഉപദ്രവിച്ചതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് വ്യക്തിപരമായിരുന്നു. സംഘടനാപരമായിട്ട് എത്രത്തോളം ഉപദ്രവിച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഉദാഹരണമാണ്, YFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഞാൻ ഇറങ്ങാനല്ല തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്നു, പരാതി കൊടുത്തു, തിരിച്ചു കയറി. പ്രസിഡൻഷിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് പറയും. പ്രസിഡൻഷിപ്പ് നഷ്ടപ്പെടുന്നുള്ളൊരു വിഷയം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേദനയൊന്നുമല്ല രേഖപ്പെടുത്തുന്നത്. അത്തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്നതിൽ വിഷമമുണ്ട്. അപ്പോൾ അപ്പോഴും ഞാൻ പുറത്തു പോകാനല്ല തീരുമാനിച്ചത്. അവിടെ എനിക്ക് തിരിച്ചു കയറേണ്ട ആവശ്യമില്ല, ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിലനിന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് വരുമ്പോൾ വലിയ കേസുകളുടെയൊക്കെ ഭാഗമാക്കുക, അതൊന്നും ഇത്ര ചെറിയ കാര്യമല്ല. 4 കേസുകളിലൊക്കെ വെച്ച് വ്യത്യസ്തമായ ഹിയറിങ്ങുകളും കോടതികളും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. അതൊരു ക്രിമിനലായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ആ കേസെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു. CPI നേതൃത്വം ഇടപെട്ട് തന്നെയാണോ കേസുകളിൽ പെടുത്തിയത്? CPI നേതൃത്വം എന്ന് അങ്ങനെ പാർട്ടി അങ്ങനെ അടച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPIയുടെ പ്രാദേശികമായിട്ടുള്ള ജില്ലയിലെ ചില നേതൃത്വത്തിന് അതിൽ ഇടപെടലുണ്ട് എന്നുള്ളത് എനിക്കിപ്പം സംശയമുണ്ടായിരുന്നു. ആ സംശയത്തെ തെളിയിക്കുന്ന തരത്തിലാണ് ഞാൻ അയച്ച മാനനഷ്ട കേസിൻ്റെ കോപ്പി, ആ കേസുകളുടെ FIR, ഇതെല്ലാം കൊണ്ടാണ് വക്കീൽ നോട്ടീസിൻ്റെ കോപ്പിയൊക്കെ ഒരാളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതും പ്രദേശത്തെ നേതാവല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ല, ഒരു തരത്തിലും ഈ പറയുന്ന പ്രശ്നം നടന്ന സ്ഥലവുമായിട്ട് ഒരു തരത്തിലും ബന്ധമുള്ള ആളല്ല. പിന്നെ എങ്ങനെ അത് അവിടെ എത്തി എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഉപദ്രവിച്ചവർക്കെതിരെ നിയമപരമായി പോരാടാനാണോ തീരുമാനം? നിയമപരമായി പോരാടാനാണ് തീരുമാനം. അപ്പോൾ എനിക്കെതിരെ ഈ പറഞ്ഞ വലിയ പരാതികൾ കൊടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. സാക്ഷികളായിട്ട് അവരുടെ നാട്ടുകാരെന്ന വ്യാജന നിരന്നു നിന്ന ഒരു വീട്ടിൽ 9 പേരാണ് അവിടെ താമസിക്കുന്നത്. ഈ 9 പേരും നിരന്നു നിന്നിട്ട് ഞങ്ങൾ നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ 10 പേര് നിന്നാൽ ആരാണ് നാട്ടുകാർ, ആരാണ് വീട്ടുകാരെന്ന്. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നവരും വിശ്വസിക്കും, ശരിയാണ്, ഇത് നാട്ടുകാരല്ല വീട്ടുകാരല്ല എന്ന് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ ഒരു 10ഓളം പേരാണ്, ഒരു 8-9 പേരാണ് അതിൽ സാക്ഷികളായിട്ടും പരാതിക്കാരായിട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയി അതിൽ ഞാൻ വിജയം കണ്ടു. നാനനഷ്ട കേസിലെത്തി. എന്നാലും അവർക്ക് ഞാൻ ഒരിക്കൽ കൂടെ അവസരം തരികയാണ്. വീണ്ടും ഈ കേസുമായി വരിക, എന്നെ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കാൻ നീ ശ്രമിക്കുക. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഒരു നാർക്കോ അനാലിസിസിന് തയ്യാറാണ്. ഈ പറയുന്ന 8-9 പേരിൽ ഏതെങ്കിലും ഒരാൾ തയ്യാറായാൽ മതി. ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് വേട്ടയാടലുകൾക്ക് ഇരയാക്കി എന്നുള്ള തോന്നലുണ്ടോ? അവിടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്നുള്ളത് തെറ്റായ കാര്യമാണ്. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും, തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. തെറ്റുകാരനാണോ അല്ലയോ എന്ന് വിധിക്കാൻ എനിക്ക് സാധിക്കില്ല. തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. എന്നെ സംബന്ധിച്ച് എന്നെപ്പോലുള്ള നിരപരാധികളെ ഇത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് കൂട്ടിക്കലർത്താനോ ഒന്നും ശ്രമിക്കരുത്. അതുമാത്രമാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇന്നും ഞാൻ പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നിലനിന്നിരുന്ന സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ചിറ്റയം ഗോകുമാറിന് പറയാനില്ല. ആ വിഷയത്തിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചല്ല, മറിച്ച് ആ പോസ്റ്റ് ഇട്ടത് പാർട്ടിയോട് ആലോചിച്ച് റോബോട്ടിക് ആക്ഷൻ പോലെ നിൽക്കുകയും തിരികെയും ചെയ്യുമ്പോൾ അതിൽ എത്ര ഡിഗ്രി സ്ത്രീവിരുദ്ധത കൂടെ കലർത്തി വേണം എന്നുള്ളതുകൂടി അദ്ദേഹം വ്യക്തമാക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്ന് അത്രയും മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയെ സഹായിക്കുന്ന നിലപാടോ എന്താ എന്നൊന്നും അന്വേഷിക്കാനുള്ള നിലപാടോ അല്ല. ഞങ്ങൾക്ക് അത് തെറ്റായി പോയി എന്നുള്ള അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് വലിയ വേദനാജനകമാണ്. ഈ പള്ളിക്കൽ ഡിവിഷനിൽ ഇപ്പോൾ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തു നിന്ന് എങ്ങനെയെങ്കിലും ശ്രീനാദേവിയെ തോൽപ്പിക്കണമെന്നുള്ളൊരു ചിന്തയാണുള്ളത്. സ്വാഭാവികമായിട്ട് പാർട്ടി വിട്ടു പോയവരോടുള്ള ഒരു വൈരാഗ്യമായിട്ട് അങ്ങനെ കണക്കാക്കാം. എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമില്ല, അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൻ്റെ കമ്മിറ്റികൾക്കുള്ളിൽ ഞാനിരുന്ന ഒരു കമ്മിറ്റികളിലും ജനാധിപത്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അടിച്ചമർത്തലുകൾ, നിശബ്ദമാക്കലുകൾ, മറുപടി പറയാതിരിക്കലുകൾ, ഇതൊക്കെയാണ് അവിടെ വേണ്ട ഒരു പ്രവർത്തന ശൈലി. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ജനാധിപത്യപരമായിട്ട് ഒരാൾ പാർട്ടി മാറുന്ന ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ പാർട്ടി മാറുന്ന ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പാർട്ടി മാറി വന്നിരുന്നവരെ സ്വീകരിച്ചിട്ടാണ്. എനിക്ക് ഇപ്പോഴും വ്യക്തിപരം പറയാനുള്ള സന്ദീപ് വാര്യർ, അദ്ദേഹം പാർട്ടി മാറുന്ന സമയത്ത് ഒരുപാട് താല്പര്യത്തോടുകൂടി കാത്തിരുന്നവരാണ് CPI നേതൃത്വം. അത് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാത്തിരിപ്പലുകളൊക്കെ ശരിയായിരുന്നു, എൻ്റെ കാര്യത്തിൽ തെറ്റായിരുന്നു.
എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളുടെ അരികിലേക്ക് വരുന്നവരൊക്കെ നല്ലതാണ്, നമ്മളുടെ നിന്ന് അനുഭവിച്ചതിൻ്റെ പേരിൽ പുറത്തിറങ്ങേണ്ടി വന്നവരെ ഏത് വിധേനയും ആക്രമിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് രണ്ട് തരത്തിലും രണ്ട് സൈഡിൽ നിന്നും വലിയ ആഗ്രഹമുണ്ട് വിജയിക്കാനായിട്ട്. പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും, അത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് നോമിനേഷൻ തള്ളിക്കാനും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിക്കാനും ഒക്കെ ഈ സമയം ചെലവാക്കുന്നത് എൻ്റെ സമയമാണ് ഈ മെനക്കെടുത്തുന്നുള്ളത്. അതൊരു ജനാധിപത്യപരമായ ശൈലിയല്ല, അത് CPI ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ അല്ല. അതിനകത്തുള്ള വിമർശനം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് തിരഞ്ഞെടുത്തു? വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. CPI എന്ന് കുറേ പേര് ഇപ്പോൾ CPM-ലേക്ക് വരുന്നു. BJP ഞാൻ പറയുന്നില്ല, CPM-ലേക്ക് കുറേ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് വന്നു. എന്തുകൊണ്ട് CPM തിരഞ്ഞെടുത്തില്ല? CPIയിൽ നിന്ന് ഒരുപാട് പേർ ഈ സമയത്ത് ശ്രീ മിനകൽ കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. CPIയിൽ നിന്ന് ഇപ്പോൾ വലിയൊരു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളത് ഞാനെന്തോ ഒരു കുഴപ്പമുള്ള സ്ഥലത്തേക്കല്ല പോയത്. ഞാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ ബോധത്തോട്, അതിൻ്റെ ഭരണഘടനയോട്, അതിൻ്റെ ഭരണഘടനാ സൃഷ്ടാക്കളുടെ ഭാഗമായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള ആശയം പോലും ഇന്ത്യ എന്നുള്ള ആശയത്തോടൊപ്പം ജനിച്ചതാണ്. അതിനൊന്നും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. ഭാരതം ഉണ്ടാകണം, നമുക്കൊക്കെ ഒരു ഐക്യം ഉണ്ടാകണം, ഭാരതമെന്ന് ചിന്തിച്ചാലോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടാലോ എന്ന് സ്വപ്നം കണ്ടപ്പോൾ ജനിച്ച പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അവിടെ ഭാഗമായി എന്നുള്ളത് അഭിമാനകരമായി തന്നെ കാണുന്നു. പിന്നെ ഉറപ്പായിട്ടതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു, CPIയിൽ നിന്ന് പോകുമ്പോൾ CPM തന്നെ ആയിരിക്കണം ഓപ്ഷൻ, അങ്ങനെയൊന്നുമില്ല. CPM നേതൃത്വത്തോട് അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത്. അതിപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കാരണം എന്നെ വ്യക്തിപരമായിട്ട് ഒരിക്കലും അവരാരും ഉപദ്രവിച്ചിട്ടില്ല. ഏറ്റവും അവസാനം ശ്രീ ഡഗ്രിയസ് മനോജിട്ട ഒരു പോസ്റ്റ് വ്യക്തിപരമായിട്ട് ഒരുപാട് അപമാനിക്കുന്നതായിരുന്നു എന്നുള്ള വിമർശനം ഉറപ്പായിട്ടുമുണ്ട്. വസ്തുതകൾ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നാട്ടിൽ ബോധ്യമുള്ള ഒരാൾ അത്തരത്തിലുള്ളൊരു പരാമർശങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേര് അനാവശ്യമായ തരത്തിലേക്ക് എൻ്റെ പേരിൽ കൂട്ടിക്കിട്ടുന്നത് ഒട്ടും അഭികാമ്യമല്ല.